اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين أما بعد. പ്രിയമുള്ള സഹോദരിമാരെ, സുദീർഘമായ ഒരു ക്ലാസ്സിന് നിങ്ങൾക്കും ആഗ്രഹം ഇല്ലാത്തതുപോലെ സമയവും അനുവദിക്കുന്നില്ല. ഇപ്പോൾ തന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരും, നേരത്തെ ചോറ് കഴിച്ച് ബാക്കിയുള്ള കറി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് വേവലാതിപ്പെടുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ധർമ്മങ്ങളിൽ, ഒരു മുസ്ലിമിന്റെ കർമ്മങ്ങളിൽ, ഒരു മുസ്ലിം പാലിക്കേണ്ട കടമകളിൽ അത്യന്താപേക്ഷികമായ നിർബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം ഇൻഷാ അല്ലാഹ് സംസാരിച്ച് നമുക്ക് പിരിയാം. അള്ളാഹു പറയുവാനും കേൾക്കുവാനും അത് ഉപകാരപ്രദമായി ഉൾക്കൊള്ളുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകണം. സഹോദരിമാരെ, മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. ജീവിതകാലത്ത് മനുഷ്യനാണെന്ന് അറിയണമെങ്കിൽ, ഞാനൊരു അള്ളാഹിന്റെ പടപ്പാണ് എന്ന് അറിയണമെങ്കിൽ, ഞാനൊരു അള്ളയാണ് എന്ന് പറയാതിരിക്കണമെങ്കിൽ, അങ്ങനെ പറഞ്ഞവർ ലോകത്തുണ്ട്. അങ്ങനെയൊന്നുമില്ലാതെ ഒരു വിനീത വിധേയനായ ഒരു അടിമയായി ഭൂമിയിൽ നടന്നു പോകണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, അവന് അല്ലറ ചില്ലറ പ്രയാസങ്ങൾ ദുനിയാവിൽ അള്ളാഹു നൽകിയിരിക്കണം. അത് അവൻ മനുഷ്യനാണ് എന്ന് ഓർമ്മ വരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ചുള്ള ആമുഖമായിട്ടാണ്. അള്ളാഹു മനുഷ്യനെ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. ചിലപ്പോൾ വലിയ രോഗങ്ങളും ചിലപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നൽകുന്നത് എന്ന് ആദ്യം നമ്മൾ കരുതിപ്പോകരുത് എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം അള്ളാഹുവിന് മുഅ്മിനീങ്ങളോടുള്ള ഇഷ്ടം പോലെ മറ്റൊരു വ്യക്തിയോടും ഇല്ല ഒരു ഇഷ്ടം. അത്ര കണ്ട് ഇഷ്ടമാണ് മനുഷ്യനിൽ നിന്ന് അള്ളാഹുവിന് അവന്റെ വിശ്വാസികളായ അടിമകളോട്. അള്ളാഹു കാരുണ്യവാനാണ്, പിന്നെന്തുകൊണ്ട് എനിക്ക് രോഗം നൽകുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് മറുപടിയായിട്ട് ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ദുനിയാവിൽ വെച്ച് ഏറ്റവും അള്ളാഹു പരീക്ഷിക്കുന്നത് ആരെയാണ്? അത് ദോഷികളെ ആയിരിക്കും, കള്ളുകുടിയന്മാരായിരിക്കും, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളെയൊക്കെ ആയിരിക്കുമെന്നുള്ള മറുപടി പ്രതീക്ഷിച്ച ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ദുനിയാവിൽ വളരെയധികം വിഷമം അനുഭവിക്കുന്നത് ആർക്കാണ് നബിയെ എന്ന ചോദ്യത്തിന് മറുപടിയായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, അൽ അംബിയാ. അത് അള്ളാഹുവിന്റെ ദാസന്മാരായ, ആർക്കും സംശയമില്ല അള്ളാഹുവിന്റെ ഇഷ്ടപുത്രന്മാരാണ്, അഥവാ ഇഷ്ടപ്പെട്ടവരായ അടിമകളാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ള അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരായ അംബിയാക്കളാണ്. ഖാല റസൂലുള്ളാഹി. നമുക്കൊരു ചെറിയ രോഗം വരുമ്പോഴേക്ക്, ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരു പനി, മാസത്തില് ഒരു പനി, മാസം തോറും പനി, ഈ നിലക്ക് എന്തെങ്കിലും ചെറിയ രോഗങ്ങൾ വരുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ഒരു ചെറിയ, പറയില്ല, നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ലെങ്കിലും അറിയാതെ നമ്മിൽ നിന്നൊരു ഇഷ്ടക്കേടോ ഇഷ്ടത്തിലുള്ള വാക്കുകളോ വന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമ്പിയാക്കൾക്കാണ് ഏറ്റവും പരീക്ഷണം. പിന്നെ ആർക്കാണ്? സുമ്മൽ അംസലു, ആ അമ്പിയാക്കളെ പോലെ അവരെ യഥാർത്ഥമായി പിന്തുടർന്നുകൊണ്ട്
അവരുടേതായ ജീവിതം പോലെ ജീവിക്കുന്നവരാരോ അവർക്കായിരിക്കും അടുത്ത ഏറ്റവും വലിയ പരീക്ഷണം, അഥവാ ഔലിയാക്കൾ. തുമ്മൽ അംസലും, പിന്നെ ഔലിയാക്കളെ സ്നേഹിച്ചു അവരോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക്, അത് നമ്മളൊക്കെ തന്നെയാണ് സുന്നികൾ. റസൂൽ പറഞ്ഞ അൽ അംസൽ എന്ന് അവരെ പോരോത്തവരെന്ന് പറയുമ്പോൾ നാം എപ്പോഴും നോക്കുന്നത് മഹാന്മാരിലേക്കാണ്. അവരുടെ ജീവിതം പിന്തുടരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അമ്പിയാക്കൾ, അവരെ യഥാവിധി പിന്തുടർന്ന അവരുടെ സഹാബാക്കൾ, അവരെ പിന്തുടർന്ന താബിഉകൾ, അവരെ കേട്ടും അറിഞ്ഞും ചോദിച്ചും പഠിച്ചു വെക്കുകയും എഴുതി വെക്കുകയും ചെയ്ത നമ്മുടെ ഇമാമുകൾ അഥവാ ആലിമീങ്ങൾ, അവരെ പിന്തുടർന്നു വരുന്ന നമ്മളെപ്പോലുള്ളതായ സുന്നികൾ. ഇങ്ങനെയുള്ള പട്ടികയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വഴികൾ, വിധികൾ വന്ന വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ദുനിയാവിൽ വെച്ച് അള്ളാഹു പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും നൽകും. പണം കുറഞ്ഞു പോകും, ആരോഗ്യം കുറഞ്ഞു പോകും, മക്കളിലും മുതലിലും മറ്റും നമ്മുടെ ശരീരത്തിലും ഒക്കെ പരീക്ഷണങ്ങളുടെ പട്ടികകൾ അള്ളാഹു നിരത്തി വെക്കും. നമ്മെ അള്ളാഹു സ്നേഹിച്ചുകൊണ്ട് തന്നെ. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നുൽ അയ്യാദ് റളിയല്ലാഹു തആല അൻഹു വല്ല രോഗവും വന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ പട്ടിണി വന്നാൽ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ നീ എന്നെ ഇങ്ങനെ രോഗത്തിലാക്കിയത് കൊണ്ട് ഞാൻ 7 ദിവസം നിനക്ക് നോമ്പ് നോക്കാം. ഒരു ദിവസം ഒരു രോഗം വന്നാൽ അതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് നോമ്പ് നോക്കുകയാണ്. എന്തുകൊണ്ട്? അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷം വരാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു മൂമിനായ മനുഷ്യന് ഒരു മുള്ളു തറച്ചാൽ, ഒരു മൂമിനായ മനുഷ്യന് ഒരു മുള്ളു തറച്ചാൽ അത് കാരണമായി അവന്റെ ദോഷം അള്ളാഹു പൊറുക്കുകയാണ്. ദോഷം കൂടുതലുള്ള ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്താൻ ഉദ്ദേശിക്കുമ്പോൾ അവന്റെ ഭാഗത്ത് അമലുകൾ കുറഞ്ഞു കാണുന്നു. ആ സമയത്ത് അവന് അള്ളാഹു ഇബാദത്ത് ഒന്നും കാണാത്തതിന്റെ പേരിൽ എന്തെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാൻ അവന്റെ പക്കൽ നിന്ന് വാങ്ങണ്ടേ? അതിനുവേണ്ടി ദുനിയാവിൽ കുറച്ച് സുഖം എടുത്തു കളഞ്ഞ് ആഖിറത്തിലേക്ക് സുഖത്തിന് വേണ്ടി അവനെ ആ സുഖത്തെ മാറ്റിവെക്കുകയാണ്. ദുനിയാവിൽ സുഖം കുറയുമ്പോൾ ആഖിറത്തിൽ സുഖം കൂടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് മനസ്സിലാവില്ല. ഹദീസുകൾ ഒരുപാട് പറഞ്ഞാൽ ആമുഖം നീണ്ടുപോകും. ഒരു ഹദീസിന്റെ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. ആഖിറത്തിലേക്ക് ഒരു മോമിനായ മനുഷ്യൻ എത്തിയാൽ അവൻ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ അവന് കൊടുക്കുന്ന കറാമത്തുകൾ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അവന് അള്ളാഹു കൊടുക്കുന്നതായ കൂലി സവാബുകൾ കാണുമ്പോൾ അവൻ പറയും, റബ്ബേ ദുനിയാവിൽ എന്നെ നീ കഷണം കഷണമായി വെട്ടി നുറുക്കപ്പെടുന്ന ഒരവസ്ഥയിൽ എന്തുകൊണ്ട് എന്നെ നീയാക്കിയില്ല? എന്റെ ശരീരം മുഴുവനും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും തന്ന് നീ എന്നെ പരീക്ഷിച്ചിരുന്നെങ്കിൽ എനിക്കും ഇവിടെ വെച്ച് ഇത് വാങ്ങിക്കാമായിരുന്നല്ലോ. മൂമിനാണെങ്കിൽ അള്ളാഹുവിന് അവനോട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ സുന്നിയായിട്ടുണ്ട്, ഔലിയാക്കളെ തുടരുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, അവർ മരിച്ചാലും ദുആ ചെയ്യാൻ പറയും, ജീവിച്ചിരിക്കുന്നവരായാലും ദുആ ചെയ്യാൻ പറയും, അവർ കേൾക്കുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് വീണ്ടും പരീക്ഷണമാണ്. അതേസമയം ഔലിയാക്കളില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കോ? എന്നാൽ ഔലിയാന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയും, ഇവിടെയുള്ള ആൾക്ക് കേൾക്കൂല, കേൾക്കുന്നെങ്കിൽ എന്നെ മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് വീമ്പളക്കുന്ന മുജാഹിദിന്, ജമാഅത്തെ ഇസ്ലാമിക്ക്, മറ്റു അലവലാദികൾക്ക് എന്തുമാത്രം നിഅമത്തുകളാണ് ദുനിയാവിൽ കിട്ടുന്നത്. അവർക്കൊരു പരീക്ഷണവും ഇല്ല എന്ന് കരുതുന്നെങ്കിൽ ഓ മുഅ്മിനായ മനുഷ്യ, അറിവ് കുറഞ്ഞത് കൊണ്ടാണ് നീ അത് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, എല്ലാ ഉമ്മത്തിനും അള്ളാഹു പരീക്ഷണം കൊടുക്കും. പരീക്ഷണം എന്ന് പറയുന്നത് ശിക്ഷ. അള്ളാഹു ശിക്ഷ കൊടുക്കും. എന്റെ ഉമ്മത്തിന്റെ ശിക്ഷ ഫിത്നത്തു ഉമ്മത്തി അൽമാൽ,
എന്റെ ഉമ്മത്തിനുള്ള ശിക്ഷ അത് ഭൂകമ്പമല്ല, കോലം മറിക്കലല്ല, മറ്റേതെങ്കിലും മുൻകാലത്ത് സംഭവിച്ചതുപോലുള്ള അപകടങ്ങളല്ല, മറിച്ച് എന്റെ ഉമ്മത്തിന്റെ ശിക്ഷ അത് മുതലാണ് കേട്ടോ. മുതൽ കിട്ടിയിട്ട് ദുനിയാവിൽ സുഖം അനുഭവിക്കുമ്പോ ആഖിറത്തിന്റെ സുഖം കുറഞ്ഞു പോവുക എന്നുള്ള വലിയ അപകടം പിന്നിലുണ്ട്. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവില്ല. അതേസമയം ആഖിറത്തിലേക്ക് എത്തിയതിന്റെ ശേഷം കൈ കടിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഇൽമ് നേടണം, അറിവ് നേടണമെന്ന് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് അറിവ് പഠിച്ചാലല്ലേ ദുനിയാവിൽ നമ്മൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഇത് ആഖിറത്തിലേക്ക് അല്ലാഹു നമ്മെ സ്നേഹിച്ചുകൊണ്ട് അടുപ്പിക്കുകയാണ്, അവിടെ നമുക്ക് മുതൽ കൂട്ടുകൾ കാത്തുവെക്കുകയാണെന്നുള്ള അറിവ് നമുക്കുണ്ടാവുകയും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമയുണ്ടാവുകയും ചെയ്യുന്നത് അപ്പോഴാണ്. ആമുഖം ഞാൻ നീട്ടുന്നില്ല. വിഷയം ബഹുമാന്യരായ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ചതുപോലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിക്കാതെ ആഖിറത്തിന്റെ യഥാർത്ഥ വിജയികളാണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒരാൾക്ക് തീരെ പരീക്ഷണങ്ങളില്ല, ബേജാറില്ല. ഒരാളോട് ചോദിച്ചു, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിനക്ക് എന്താണ് ബേജാറെന്ന് ചോദിച്ചപ്പോൾ അയാൾ ചിലപ്പോൾ പറയും, ഒരു ബേജാറും എനിക്കില്ല എന്ന് ചിന്തിക്കുമ്പോൾ ബേജാറാവുന്നു. അങ്ങനെ ചില ആളുകളുണ്ട് ദുനിയാവിൽ. ഒരു രോഗവുമില്ല, ഒരു പ്രയാസവുമില്ല. അങ്ങനെയുള്ള ആളുകളെ നാം വളരെയധികം സൂക്ഷിക്കണം. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് എനിക്ക് രോഗമേ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, നീ അവിടെ നിന്ന് എഴുന്നേൽക്കുക, ഫഇന്നക മുനാഫിഖുൻ, നീ മുനാഫിഖാണ്, നീ യഥാർത്ഥ വിശ്വാസിയല്ല, നീ കപട വിശ്വാസിയാണ്. യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വാസമുള്ളവന് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് രോഗം. അത് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതിന് ആദ്യമായി ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഓരോ പരീക്ഷണങ്ങൾ നേരിടുന്ന മനുഷ്യരെ സന്ദർശിക്കുക എന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. അഥവാ രോഗ സന്ദർശനം. അതാണ് ഇന്ന് ആമുഖമായി അല്ലെങ്കിൽ വിഷയം മൊത്തമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഏത്? രോഗ സന്ദർശനം. അള്ളാഹുവിന്റെ ദുനിയാവിൽ രോഗം വരും, പ്രയാസങ്ങൾ വരും. അത് നമ്മൾ പോയിട്ട് പറയാൻ കഴിയണം. അതിന് ആമുഖമായി ഒരു വലിയ സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. മുമ്പ് കേട്ടതാണെങ്കിൽ ഒന്നുകൂടി കേൾക്കുന്നതിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് വിരോധം തോന്നുന്നില്ല. അള്ളാഹുവിന്റെ കലീമായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, ഓ റസൂലായിട്ടുള്ളവരെ, റസൂലാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, ഉലുൽ അസ്മുകളിൽപ്പെട്ട റസൂലാണ്. 5 വലിയ മഹത്വമുള്ള പ്രവാചകരിൽപ്പെട്ട വ്യക്തിയാണ് മൂസാ നബി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരാൾ വന്ന് പറയുന്നു, നബിയെ, എനിക്കൊരാഗ്രഹമുണ്ട്, അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് തങ്ങൾ ദുആ ചെയ്യണം. ഔലിയാക്കളോട് നമ്മൾ ദുആ ചെയ്യാൻ പോയി, ഖബറിന്റെ അടുത്ത് പോയി നമ്മൾ ദുആ ചെയ്യാനാ പറയുന്നത്. ഓ ശൈഖവർകളെ രക്ഷിക്കണേ. രക്ഷിക്കുന്നെന്താ? അവര് നേരിട്ട് രക്ഷിക്കുകയല്ല, അള്ളാഹുവോട് പറയുകയാണ്. ഓ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ദുആ ചെയ്യാൻ പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ആ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ആ അമ്പിയാക്കളോട് തുടരുന്ന ഒരു സ്വഹാബിയായ ആ വ്യക്തി പറഞ്ഞപ്പോ, എന്താണ് നിനക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യവും ഉണ്ടാകുമല്ലോ. അയാൾ പറഞ്ഞു, എന്റെ ആവശ്യം ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം എന്റെ ആഗ്രഹം അല്ലാഹു പൂർത്തീകരിക്കാൻ നിങ്ങൾ തന്നെ ദുആ ചെയ്യുകയും വേണം. എന്നാൽ അങ്ങനെയാവട്ടെ, നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അല്ലാഹു മാത്രം അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലാഹു നിങ്ങൾക്ക് ആ ആഗ്രഹം സഫലീകരിച്ചു തരുമാറാകട്ടെ. ആമീൻ. അയാൾ ആമീൻ ചെയ്യും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദുആ ചെയ്തത്. അള്ളാഹുവിന്റെ മുമ്പിൽ എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കരീമായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത മനുഷ്യന്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ ലോകത്തൊരാൾക്കും സംശയമില്ല. ആ മനുഷ്യന്റെ ആഗ്രഹം അതാ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം മൂസാ നബി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനതാ വഴിവക്കത്ത് മരിച്ചു കിടക്കുകയാണ്.
ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി വ്യഗ്രതയോടെ മൂസാ നബി അങ്ങോട്ട് പാഞ്ഞെടുത്തു. നോക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് ശരീരം മുഴുവനും ഏതോ വന്യജീവി കടിച്ചു മുറിച്ച് വികൃതമാക്കിയിട്ട ഒരു ശരീരമാണ് അവിടെ കാണുന്നത്. ഒരു മനുഷ്യനെ ഏതോ ഒരു ജീവി വന്ന് കടിച്ചു മുറിച്ച് വല്ലാത്ത ഒരവസ്ഥയിൽ ഇട്ടേച്ച് പോയിരിക്കുകയാണ്, അവിടെ മരിച്ചു കിടക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശ്രദ്ധിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, തന്നോട് ദിവസങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുപോയ മനുഷ്യനാണ്. അയാളുടെ ആഗ്രഹം എന്തേ അള്ളാഹു പൂർത്തീകരിച്ചില്ല? റബ്ബേ, ഉടനെ അള്ളാഹുവിനെ വിളിക്കുമല്ലോ. അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് നേരിട്ട് ചോദിച്ചു, റബ്ബേ, നീ അയാളുടെ ദുആക്ക് എന്റെ ദുആ, അയാളുടെ ആഗ്രഹം എന്റെ ദുആ മൂലം നീ സാധിച്ചു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ റബ്ബ് തആല പറയുന്നു, ഓ കലീമേ, അയാളുടെ ആഗ്രഹമാണ് ഞാൻ ഈ പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നത്. എന്താണ് നാഥ നീ പറയുന്നത്? ഇയാൾക്ക് ഇതുപോലെ ദുനിയാവിൽ അപകടം പറ്റുവാനാണോ ആഗ്രഹിച്ചത്? ഒരു മനുഷ്യൻ അങ്ങനെ ആഗ്രഹിക്കരുതല്ലോ. ആഫിയത്തുണ്ടാകണം, ദുനിയാവിൽ കഴിയുന്നത്ര രോഗമില്ലാതെ ആഫിയത്തുണ്ടാകണം എന്ന് തന്നെയാണ് ദുആ ചെയ്യേണ്ടത്. സല്ലല്ലാഹു അൽ-ആഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ രോഗമായാൽ ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, രോഗമാകാതിരിക്കാൻ ദുആ ചെയ്യണം, രോഗമായാൽ ചികിത്സിക്കണം. ഇതൊക്കെ പറഞ്ഞ മതത്തിന്റെ ഉടമയായ ആ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ റബ്ബ് തആല പറയുന്നു, അല്ലയോ മൂസ, ഇയാൾ അങ്ങനെ ദുആ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. മറിച്ച് ഇയാളുടെ ആഗ്രഹം സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടണമെന്നാണ്. നമ്മളൊക്കെ അങ്ങനെയാണ് ദുആ ചെയ്യാറുള്ളത്. ഔലിയാക്കളുടെ മുമ്പിൽ പോയി നമ്മൾ ദുആ ചെയ്യുന്നത്, ആഖിറത്തിൽ എനിക്ക് റബ്ബിന്റെ സ്വർഗം കിട്ടണം, ഹബീബിന്റെ ശഫാഅത്ത് കിട്ടണം, നിന്റെ ലിഖാഇനെ കാണണം, ഹബീബിന്റെ കല്യാണത്തിൽ എനിക്കൊരുമിച്ച് കൂടണം, എന്നെയും എന്റെ ഭർത്താവിനെയും മക്കളെയും കൂട്ടുകാരെയും കൂടപ്പുറപ്പുകളെയും സ്വർഗത്തിൽ അടുത്തടുത്ത് കുടുംബങ്ങളായി ജീവിക്കാൻ തൗഫീഖ് തേടണം. ഇങ്ങനെയാണ് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നതെങ്കിൽ ആ ദുആഇന്റെ അപ്പുറത്ത് നമുക്ക് ഉത്തരം നൽകുന്നത് എങ്ങനെയാണ്? ഇതുപോലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ടുമാണെന്ന് പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ സംഭവം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പറയുന്നത്. അള്ളാഹിന്റെ പ്രവാചകനായ മൂസാ നബി ചോദിക്കുന്നു, റബ്ബേ, ഇങ്ങനെ മരിക്കുവാനാണോ ദുആ ചെയ്തതെന്ന് ചോദിക്കുമ്പോ, അല്ല മൂസ, ഇയാൾക്ക് സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടണമെന്നായിരുന്നു പോൽ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ച മനുഷ്യന് നിങ്ങളല്ലേ ചോദിച്ചത് മൂസ? അതുകൊണ്ട് അലൈഹിസ്സലാം തങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാൻ തീരുമാനിച്ചിട്ട് അയാളുടെ അമല് പരിശോധന വിധേയമാക്കുമ്പോ അയാളുടെ അമലിൽ അതിന് മാത്രമുള്ളതൊന്നും ഞാൻ കണ്ടില്ല മൂസാ നബിയേ അലൈഹിസ്സലാം. അതുകൊണ്ട് അയാൾക്ക് ആ സ്വർഗത്തിലെ ഉന്നത പദവി കിട്ടുന്നതിനുതകും വിധം ദുനിയാവിൽ ഒരു പരീക്ഷണം, ഒരു പ്രയാസം ഞാൻ ഏർപ്പെടുത്തിയതാണ് മൂസാ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു അറിയിച്ചു എന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നുവെങ്കിൽ രോഗം അത് അള്ളാഹുവിന്റെ സമ്മാനമാണ്. പക്ഷേ രോഗത്തിന് വലിയ വേദനയുണ്ട്, മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാകും. ഒരു രോഗമായാൽ ഒറ്റപ്പെട്ടതുപോലെയാണ് നമുക്കെന്നെ തോന്നാറുണ്ട്. ഒരു പനിയായാൽ റബ്ബേ വേറെന്ത് രോഗമായാലും വേണ്ടില്ല, ഈ പനി ഒന്ന് സുഖായാ മതി. ചിലപ്പോ തലവേദന ആയാലും ചിന്തിക്കും, റബ്ബേ വേറെ ഏതെങ്കിലും രോഗമായാൽ വേണ്ടില്ല, ഈ തലവേദനയൊന്ന് മാറിയാ മതിയായിരുന്നു. അത് എല്ലാ രോഗത്തിനും അങ്ങനെയാണ് നമുക്ക് തോന്നുക. ഏത് രോഗമായാലും ആ പ്രയാസത്തിൽ അങ്ങ് അനുഭവിക്കുമ്പോ, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമ്പോ, ശരിയായ ഉന്മേഷവും വിചാരിച്ചിടത്ത് ചെല്ലാനും കഴിയാതിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട പ്രതീതി നമ്മുടെ മനസ്സിനുണ്ടാകും. ആ സമയത്ത് അവന്റെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിം സഹോദരങ്ങൾക്കൊരു കടമയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുള്ള ഹദീസ് എത്രയോ പറയാനുണ്ട്. ഒരു മനുഷ്യൻ അവൻ പാലിക്കേണ്ട കടമകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രോഗമായാൽ സന്ദർശിക്കുക.
രോഗിയെ സന്ദർശിക്കുക, അത് നമ്മളൊക്കെ ഇന്ന് കൈവിട്ടുപോയ വലിയൊരു ഗുണമാണ്. അതേസമയം ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ എണ്ണിയെടുത്ത് അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും എണ്ണിപ്പറയുന്ന കാര്യമാണ് രോഗസന്ദർശനം. രോഗം നമുക്കും ആകും. നമ്മളെ രോഗമായ കാണണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി ഒരു രോഗസന്ദർശനം നടത്തണം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് കൽപ്പിച്ചു. എന്ത്? ഏകദേശം ഒരു 7ഓളം കാര്യങ്ങൾ കൽപ്പിച്ചത്. പറയുന്നിടത്ത് ആദ്യമായി ആ സഹാബി പറയുന്നത് ബിഇയാദത്തിൽ മരീം, രോഗിയായാൽ അയാളെ പോയി കാണണമെന്ന് ഞങ്ങളോട് നബിതങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. കൽപ്പിച്ചാൽ ഒന്നുകിൽ ഫർള് അല്ലെങ്കിൽ സുന്നത്ത്. ഫർളാണ് അല്ലെങ്കിൽ സുന്നത്താണ്. ഇവിടെ സുന്നത്തിനാണ് ഈ കൽപ്പന എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളെ അള്ളാഹുവിന്റെ റസൂല് നേരിട്ട് കൽപ്പിക്കുകയുള്ളൂ. ആര് സംസാരിക്കുന്നത്? രോഗമായാൽ സന്ദർശിക്കണം എന്ന് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. വേറെ ചില കാര്യങ്ങളും അതിന്റെ കൂടെ പറയുന്നു. വത്തിബായിൽ ജനാസത്തി, മരിച്ചയാളുടെ പിന്നാലെ പോകണം. മരിച്ച ജനാസ മയ്യത്ത് കട്ടിലിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ കൂടെ നടന്നു പോകാനും, അവിടെ നിന്ന് പിരിയലല്ല, മരിച്ച് കബറടക്കുന്നത് വരെ അവിടെ തന്നെ ഉണ്ടാകണമെന്നും കൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് തസ്മിയത്തിൽ ആതിഷ്, തുമ്മിയവന് മറുപടി കൊടുക്കണം. തുമ്മിയ ആൾ അൽഹംദുലില്ലാ പറയുമ്പോൾ തിരികെ എന്ത് പറയണം? യർഹമുക്കല്ലാഹ്, യർഹമുക്കുമുല്ലാഹ് എന്നല്ല, പിന്നെന്താ? യർഹമുക്കല്ലാഹ് എന്ന് പറയണം. വൈബ്രാരിൽ മുഖ്സിമി, മറ്റൊന്ന് സത്യം ചെയ്താൽ അത് പാലിക്കണം. ഒരാൾ വല്ലാഹി സത്യം, ഞാനത് നിനക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞാൽ അത് സത്യമായി. വല്ലാഹി കൊണ്ടുള്ള സത്യമേ സത്യമാവുള്ളൂ. മക്കത്തെ പള്ളിയാണോ, വല്ലാകടപ്പുറത്തെ പള്ളിയാണോ, മക്കാമാണോ, അങ്ങനെയൊന്നും പറഞ്ഞാൽ സത്യമല്ല. അങ്ങനെ സത്യം ചെയ്യാനും പാടില്ല, അത് സത്യവുമല്ല. അള്ളാഹുവിനെ കൊണ്ട് ഒരു മനുഷ്യന്, ഒരു അടിമക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ. ആ സത്യം വളരെ നിർബന്ധ ഘട്ടത്തിൽ ചെയ്താലേ പറ്റുകയുള്ളൂ. എപ്പോഴും സത്യം ചെയ്യുന്ന ആളുകൾക്ക് സഫീർത്തരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സഫീർത്തരം ഉണ്ടാകാൻ സാധ്യതയുള്ള നമ്മുടെ ഉമ്മമാരൊക്കെ പറയാറുള്ള, അത് പറയുമ്പോൾ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളൊക്കെ കളിയാക്കാറുള്ള ചില പോയിന്റുകൾ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്താൽ സഫീർത്തരം വരും, ഉമ്മറപ്പൊടിയിൽ ഇരിക്കരുത്, അരകല്ലിൽ ഇരിക്കരുത് എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ ചില പോയിന്റുകളിൽ അന്ധവിശ്വാസപരമായി കടന്നതുകൊണ്ട്, തെളിവുള്ളതുമുണ്ട്. തെളിവുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അവതരിപ്പിക്കാം. അതിൽപ്പെട്ട ഒന്നാണ് സത്യം ചെയ്യൽ അധികരിപ്പിക്കുക. അള്ളാണ് നമ്മളെ ഭാഷയിൽ തന്നെ ഉള്ളതാണ്. ആ അള്ളാണ് അധികരിപ്പിക്കുന്ന ആ പെണ്ണുള്ളിടത്ത് ബർക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഫസീർത്തരം ഒളരി വരും, വേഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മഹാന്മാരായ ഹുക്കമാക്കൾ, രഹസ്യങ്ങൾ അറിയുന്ന ഔലിയാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും നിർബന്ധ ഘട്ടത്തിൽ സത്യം ചെയ്തു പോയാൽ അതിനെ പാലിക്കണം. സംശയം ഉണ്ടെങ്കിൽ ഉറക്കെ ചോദിക്കുക, അല്ലാതെ സംസാരം വേറെ വേണ്ട. മറ്റൊന്ന് വനസുരിൽ മംലൂം, ആക്രമിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കണം. ആരെങ്കിലും ആക്രമിക്കപ്പെടുന്നെങ്കിൽ സഹായിക്കണം, അവർക്ക് സഹായിക്കണമെന്ന് നിബിധങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. വൈജാബത്തിദ്ദായി, ആരെങ്കിലും ഒരു നല്ല ഹലാലായ ഒരു സദ്യയിലേക്ക് വിളിച്ചാൽ ഉത്തരം നൽകണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. സലാം പരത്തണം. സലാം പറയൽ സുന്നത്താണ്. നേരത്തെ പറഞ്ഞ വിളിച്ചാൽ ഉത്തരം നൽകൽ നിർബന്ധമാണെന്ന് കിതാബിലുണ്ട്. മുടക്കുകളില്ല, അന്യപെണ്ണ് ഒറ്റക്കല്ല, ഹറാമായ വാദ്യോപകരണങ്ങളൊന്നുമില്ല, ഹറാമായ ഭക്ഷണമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിളിച്ച വിളിക്ക് ഉത്തരം നൽകൽ നിർബന്ധമാണെന്ന് അവിടെ വേറെ ഹദീസ് കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ വിഷയം ഒരു മുസ്ലിമിൻ പാലിക്കേണ്ട കടമകൾ, അതിൽപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട രോഗ സന്ദർശനം. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 5 കടമകളുണ്ട്. ഒന്ന് റദ്ദുസ്സലാം,
സലാം പറഞ്ഞാൽ മടക്കണം. അസ്സലാമു അലൈക്കും പറയൽ സുന്നത്താണെങ്കിൽ മടക്കൽ നിർബന്ധമാണ്. വഇയാദത്തുൽ മരീം, മറ്റൊന്ന് രോഗിയെ സന്ദർശിക്കൽ. വത്തിബാഇൽ ജനാഇദി, മറ്റൊന്ന് ജനാസയുടെ പിന്നാലെ പോകൽ. വഇജാബത്തു ദഅവതി, വിളിച്ചാൽ ഉത്തരം നൽകൽ. വതസ്മിയത്തുൽ ആഫിഷ്, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് പറയൽ. ഇത് 5 കാര്യം കടമയാണെന്നൊരു ഹദീസിൽ. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളിൽ പരീക്ഷണം നൽകുമ്പോൾ അയാളുടെ അടുത്ത് പോയാൽ 2 ഉപകാരമാണ് കിട്ടുന്നത്. ഒന്ന് അയാൾക്ക് സമാധാനം, മറ്റൊന്ന് നമുക്കും സമാധാനം. എന്തുകൊണ്ടാണ്? ഒരു രോഗിയായ മനുഷ്യന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. രോഗിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. അയാളുടെ അടുക്കൽ മലക്കുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പോയ ആൾക്കും അയാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം. മറ്റൊന്ന്, മറ്റൊരാൾക്ക് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതുപോലത്തെ ഉപകാരം നമുക്കും അള്ളാഹു നൽകുമെന്നുള്ളതുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് നോക്ക് നിങ്ങൾ. ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് ദിവസം പറയും പോലും, ഖിയാമത്ത് നാളായാൽ അല്ലാഹ് പറയും, യബ്നാദം, ഓ മനുഷ്യ, ഓരോ മനുഷ്യനോട് അല്ലാഹ് ഹിസാബെടുക്കും. 6 മണിക്കൂർ കൊണ്ട് ലോകത്തുള്ള കോടാനു ജനങ്ങളെ 6 മണിക്കൂർ കൊണ്ട് അല്ലാഹ് ഹിസാബെടുത്ത് തീർക്കും. അപ്പൊ 6 മണിക്കൂർ വേണമല്ലേ? അത് അല്ലാഹു നമുക്കൊരു സാവകാശം എല്ലാ കാര്യത്തിലും വേണമെന്ന് പഠിപ്പിക്കാൻ എടുത്ത സമയമാണ്. ശരിക്ക് ഭൗതികമായി ചിന്തിക്കുമ്പോൾ എത്രയോ മണിക്കൂറുകൾ വേണം. അല്ലാഹുവിന്റെ കഴിവിൽ 1 സെക്കൻഡും വേണ്ട. എങ്കിലും 6 മണിക്കൂർ